പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ 2 വീഡിയോ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആയി ബന്ധപ്പെട്ട വീഡിയോ ആണ്. കഴിഞ്ഞ 2 വീഡിയോയും പ്രയോജനകരമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോകളായിരുന്നു. അതിൻ്റെ 2ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ID പുതുതായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് ഏകദേശം 60-70% കൂട്ടുകാർക്കും അറിയാം. എങ്കിൽ തന്നെയും അറിയാത്ത കൂട്ടുകാർക്ക് ഇത് വളരെ ഉപകാരമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മൊബൈൽ പരമായിട്ടുള്ള ഇത്തരം അറിവുകൾ നിങ്ങളുടെ ഫോണിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് ഇഷ്ടമായി ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അതൊരു ഉപകാരമാവട്ടെ. എന്തായാലും നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പുതുതായി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാനതിനായി എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമുക്കിതിൽ തന്നെ കാണാൻ സാധിക്കും നമ്മുടെ പേരിൻ്റെ യൂസർ നെയിമിൻ്റെ താഴെയായിട്ട് ഒരു ആരോ മാർക്കാണ്. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതെല്ലാം ID ഉണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു യൂസർ നെയിമാണ് കേട്ടോ. അത് യൂസർ നെയിം നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പേരാദ്യം നമ്മൾ യൂസർ നെയിം നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ പേരാദ്യം നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കൃഷ്ണ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എൻ്റെ പേരിൻ്റെ ആദ്യത്തെ ഭാഗം ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ സ്പേസ് കൊടുക്കാതെ നമുക്കൊരു നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് യൂസർ നെയിമുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു യൂസർ നെയിം തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഞാനതിൽ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കാൻ 6 അക്കമുള്ള ഒരു പാസ്വേഡ് കൊടുക്കാൻ ഇവിടെ കാണിച്ചിരിക്കും. നമ്മളതിൽ 6 അക്കമുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ മെയിൽ ID കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫോൺ നമ്പർ കൊടുക്കാം. നമുക്ക് ഒരു ഫോൺ നമ്പർ കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനതിൽ എൻ്റെ ഒരു ഫോൺ നമ്പർ കൊടുക്കുകയാണ്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ നമ്പർ കൊടുക്കുന്ന സമയത്ത് വെരിഫിക്കേഷൻ കോഡ് അവർ അയച്ചു തരികയും അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ വരേണ്ടതാണ്. പക്ഷേ വേറെ ID-യിൽ ഇത് ഈ നമ്പർ കൊടുത്തത് കാരണമാണ് എനിക്കത് ആ വെരിഫിക്കേഷൻ കോഡ് വരാത്തത്. നിങ്ങൾക്കിത് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് പ്രത്യേകിച്ച് പറയുകയാണ്. ഇത് നമുക്ക് ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രണ്ടുകളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം. ഫൈൻ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കണ്ടിന്യൂ കൊടുക്കാൻ പറയും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ആഡ് ചെയ്യുക ഫോട്ടോ എന്ന് കാണാൻ സാധിക്കും. നമുക്കതിന് ചൂസ് ഫോട്ടോ, നമ്മളൊരു ഫോട്ടോ അതിൽ നിന്ന് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുത്തത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അത് കണക്കായിട്ട് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഫ്രണ്ടുകളെ നമുക്ക് ഇതിന് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. നമുക്കിവിടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതിനുശേഷം നമ്മൾ താഴെ നമ്മുടെ ഈ പ്രൊഫൈലിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ അവിടെ തന്നിരിക്കും. ഇത് ആഡ് നെയിം, നമ്മുടെ നെയിം ആഡ് ചെയ്യാനും ബയോ ആഡ് ചെയ്യാനും ഫ്രണ്ടുകളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു 3 ഓപ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ നെയിം ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ചാനൽ നെയിമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊടുക്കുന്നത്. MK ചോയ്സ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അവിടെ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നെയിം റെഡി ആയിട്ടുണ്ട്.
അടുത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോ ഏതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വാക്കാണ് കൊടുക്കാൻ പറയുന്നത്. ഞാനതിൽ മൊബൈൽ ടെക് എന്ന് കൊടുക്കുകയാണ്. വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അതുപോയിട്ട് നമുക്കിവിടെ ഏതെങ്കിലും ലിങ്ക് നമുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഈ പ്ലസ് ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിങ്ക് കൊടുക്കാവുന്നതാണ്. ഫേസ്ബുക്ക് ലിങ്കോ ഏത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അതിപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല. ജെൻഡർ രേഖപ്പെടുത്താനുള്ള ഒരു ഓപ്ഷനാണ്, അത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് സേവ് ആവുന്നതാണ്. ഇപ്പോൾ അതെല്ലാം ഇപ്പോൾ നമ്മൾ സേവ് ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ നെയിം എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അത് പോയിട്ട് നമുക്ക് ഫ്രണ്ടുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് പലരെയും ഫോളോ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ റീൽസോ പോസ്റ്റുകളോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഇടാവുന്നതാണ്. എന്തായാലും ഇത് നിങ്ങൾ നോക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.